ദ ജേർണലിസ്റ്റിലേക്ക് സുരേഷ് ഗോപി വീണ്ടും വിമർശനങ്ങൾക്ക് നടുവിൽ തലകുമ്പിട്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി പണം മേടിച്ചുമല്ലാതെയും PR ചെയ്യുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളൊക്കെ സുരേഷ് ഗോപിക്ക് വേണ്ടി കണ്ണീർ കഥകളുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. മറുനാടൻ മലയാളി എന്ന യൂട്യൂബ് ചാനലിൽ അവരുടെ യൂട്യൂബർ ഷാജൻ സ്കറിയ കൊടുത്തിരിക്കുന്ന ഒരു വീഡിയോ, സുരേഷ് ഗോപിയോട് എന്തിനീ പക, ആദിവാസികളെ നിങ്ങൾക്കൊക്കെ പേടിയാണോ, സുരേഷ് ഗോപിയുടെ നെഞ്ചത്ത് കയറുമ്പോൾ വലിയ സുഖമാണല്ലേ എന്നാണ് ഷാജൻ സ്കറിയ ചോദിക്കുന്നത്. അദ്ദേഹത്തിന് അങ്ങനെ ചോദിക്കാനുള്ള എല്ലാ അവകാശവുമുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ വ്യൂവേഴ്സ് മുഴുവൻ സംഘപരിവാറുകാരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സംഘപരിവാറുകാരെ സുഖിപ്പിക്കാതിരുന്നാൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാകും. അദ്ദേഹം അത് ചെയ്യട്ടെ. പക്ഷേ എനിക്ക് അദ്ദേഹത്തോട് ബഹുമാനത്തോടു കൂടി ചോദിക്കാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. ഈ സുരേഷ് ഗോപി വിചാരിച്ചിട്ട് കേരളത്തിന് ബജറ്റിൽ ഒരു 10 പൈസയുടെ ആനുകൂല്യം കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. അങ്ങേക്ക് ഇതുകൊണ്ട് യാതൊരു വിഷമവുമില്ലേ? അങ്ങേക്ക് അത് കണ്ടിട്ട് പൊള്ളുന്നില്ലേ? ഇപ്പോൾ നമ്മൾ വിറങ്ങലിച്ച് നിൽക്കുന്ന മലയാളികൾ മുഴുവൻ വിഷമിച്ച് കരഞ്ഞു പോയൊരു സംഭവമാണ് വയനാട്ടിലെ ആ പ്രകൃതി ദുരന്തം. പ്രകൃതി ദുരന്തം എന്ന് പറഞ്ഞാൽ പോലും ഒരു മഹാദുരന്തം, ഒരു ദേശീയ ദുരന്തമാക്കാൻ സാധ്യതയുണ്ടോ എന്ന് കേരളത്തിൻ്റെ കേന്ദ്രമന്ത്രിയോട് അന്ന് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അവരോട് തട്ടിക്കയറുകയായിരുന്നു സുരേഷ് ഗോപി. അന്ന് മറുനാടന് പൊള്ളിയില്ല. ഇതൊരു ദേശീയ ദുരന്തമാക്കണമെന്ന് മറുനാടൻ ആവശ്യപ്പെട്ടതായി ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ അങ്ങയുടെ നേതൃത്വത്തിൽ, ശ്രീ ഷാജൻ സ്കറിയയുടെ നേതൃത്വത്തിൽ ചില പിരിവൊക്കെ നടത്തി അവിടെ ദുരിതാശ്വാസം നടത്തിയത് നല്ല കാര്യമാണ്. ഞാനതിനെ അംഗീകരിച്ചിട്ടുണ്ട്, കൈയടിച്ചിട്ടുണ്ട്. പക്ഷേ കേരളത്തിന് വേണ്ടി കേന്ദ്രത്തിന് മേൽ സമ്മർദ്ദം ചെലുത്താൻ കഴിയാത്തൊരു കേന്ദ്രമന്ത്രിയായി സുരേഷ് ഗോപിയെ നമ്മൾ കാണുമ്പോൾ, നമുക്കത് മനസ്സിലാകുമ്പോൾ, നമ്മളതിനെ വിമർശിക്കുമ്പോൾ സുരേഷ് ഗോപിയുടെ നെഞ്ചത്ത് എന്തിനാണ് കയറുന്നത് എന്നതിനെ ജനറലൈസ് ചെയ്യാൻ അങ്ങേക്ക് എങ്ങനെ കഴിയുന്നു എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പോൾ സുരേഷ് ഗോപി ഉന്നത കുലജാതർ ആദിവാസികളെ ഭരിക്കണമെന്ന മട്ടിലൊരു പരാമർശം നടത്തി. അതിന് പല വ്യാഖ്യാനങ്ങളുണ്ട്. പക്ഷേ ആ പരാമർശം സുരേഷ് ഗോപി നടത്തിയത് എന്തിനാണെന്നറിയാമോ? അദ്ദേഹത്തിന് നേരെ ഉയർന്നു വരുന്ന ബജറ്റുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളെ മറികടക്കാൻ വേണ്ടി ഒപ്പിച്ചൊരു സൂത്രമാണത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എൻ്റെ വിലയിരുത്തൽ അതാണ്. അതായത് കേന്ദ്രമന്ത്രി, തൃശ്ശൂരിനൊരു കേന്ദ്രമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് പോയി കേന്ദ്രമന്ത്രിയായി അദ്ദേഹത്തിൻ്റെ വാക്ക് വിശ്വസിച്ച്, സുരേഷ് ഗോപിയുടെയും BJPയുടെയും വാക്ക് വിശ്വസിച്ച് സുരേഷ് ഗോപിയെ വലിയ മാർജിനിൽ തൃശ്ശൂരുകാർ വിജയിപ്പിച്ചു വിട്ടതാണ്. അങ്ങനെ വിജയത്തേരിലേറി കേരളത്തിൽ നിന്ന് ആദ്യമായി BJPക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു MP ഉണ്ടായി. ചരിത്ര സംഭവമാണ്. സ്വാഭാവികമായും BJP ദേശീയ നേതൃത്വം വലിയ സന്തോഷത്തിലായിരുന്നു. അവർ ശരിക്കും പറഞ്ഞാൽ കേരളത്തിന്, തൃശ്ശൂരിനെങ്കിലും ഒരുപാട് പദ്ധതികൾ സുരേഷ് ഗോപിക്ക് വേണ്ടി കൊടുക്കേണ്ടതാണ്. പക്ഷെ ഒന്നും ഉണ്ടായില്ല. ഇപ്പോൾ അമൃത് ഭാരത് പദ്ധതി തൃശ്ശൂരിൽ മാത്രമല്ല, കേരളത്തിലെ ഒരുപാട് റെയിൽവേ സ്റ്റേഷനുകൾ, രാജ്യവ്യാപകമായ ഒരുപാട് റെയിൽവേ സ്റ്റേഷനുകൾ വികസിപ്പിക്കുന്നുണ്ട്. അത് സുരേഷ് ഗോപിയുടെ പദ്ധതി എന്ന് നമുക്ക് ചിലപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷേ സുരേഷ് ഗോപി പോയതുകൊണ്ട് എന്ത് കിട്ടി എന്ന് കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുമ്പോൾ BJPയോ സുരേഷ് ഗോപിയോ അല്ലെങ്കിൽ കേന്ദ്രമോ ഒരു മറുപടി നൽകേണ്ടതായിരുന്നു. അതായത് സുരേഷ് ഗോപി കാരണമാണ് കേരളത്തിന് ഇത്രയും വലിയ പദ്ധതികൾ കിട്ടിയതെന്ന് പറയേണ്ടതായിരുന്നു. അതിനുവേണ്ടി ബജറ്റിൽ ഒരു നീക്കിയിരിപ്പ് വേണ്ടതായിരുന്നു. പക്ഷെ അത് ഉണ്ടായില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും സുരേഷ് ഗോപിയെ നമ്മൾ വിമർശിക്കും. ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് MP സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ പറഞ്ഞു, ഒന്ന് കേൾക്കുക. കഴിഞ്ഞ പ്രാവശ്യം ടൂറിസ്റ്റ് സർക്യൂട്ടുകൾ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തെക്കുറിച്ച് ഒരു പരാമർശം പോലും ഉണ്ടാകില്ല. അപ്പോൾ അടുത്ത ബജറ്റ് കാത്തു നിൽക്കൂ എന്നാണ് സുരേഷ് ഗോപി രാജ്യസഭയിൽ എഴുന്നേറ്റ് വന്ന് പറഞ്ഞത്. ഇപ്പോൾ അടുത്ത ബജറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരളത്തെക്കുറിച്ച് പരാമർശമില്ല. ഇപ്പോൾ ഈ പറഞ്ഞ 100 ജില്ലകൾക്ക്, അതായത് കാർഷിക മേഖലയിൽ ഇന്നൊവേറ്റീവായി നൂതനമായിട്ടുള്ള പരീക്ഷണത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നു. അതിൻ്റെ ഉത്തരവാദിത്തം പോലും യഥാർത്ഥത്തിൽ സംസ്ഥാനങ്ങളുടെ തലയിൽ കെട്ടിവെച്ചിരിക്കുകയാണ്. നോക്കുക, ഈ ബജറ്റിൽ ഒന്നും കിട്ടിയിട്ടില്ല. അടുത്ത ബജറ്റിൽ തരാമെന്ന് സുരേഷ് ഗോപി പറയുമ്പോൾ ഈ ബജറ്റിൽ ഒന്നും കിട്ടിയിട്ടില്ല. ജോൺ ബ്രിട്ടാസ് കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ആവശ്യപ്പെട്ടിരുന്നത്? വിഴിഞ്ഞം തുറമുഖ വികസനത്തിന് 5000 കോടി, വയനാട്ടിൽ 2000 കോടി, അതുപോലെ നിരവധി പദ്ധതികൾ. ഇപ്പോൾ വയനാടിൻ്റെ കാര്യം നോക്കുക, പ്രധാനമന്ത്രി നേരിട്ട് വന്നതാണ്, സുരേഷ് ഗോപിയോട് സന്ദർശനം നടത്തിയതാണ്. ജോർജ് കുര്യൻ എന്ന കേന്ദ്രമന്ത്രി ഓടി നടന്ന്, അതായത് വയനാട്ടിലെ ഓരോ കേന്ദ്രങ്ങളിലും ഈ പ്രളയമുണ്ടായ പ്രദേശങ്ങളിൽ, ഉരുൾപൊട്ടലുണ്ടായ പ്രദേശങ്ങളിൽ ഓടി നടന്നിട്ടാണ് ഈ ജോർജ് കുര്യൻ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. അദ്ദേഹം നല്ല രീതിയിൽ അത് ചെയ്തിരുന്നു. പക്ഷേ അതിനുശേഷം കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട ഫണ്ട് കിട്ടിയിട്ടില്ല. ഇപ്പോൾ ജോർജ് കുര്യൻ തന്നെ എന്നിട്ട് ഇപ്പോൾ അപമാനകരമായൊരു പരാമർശം നടത്തിയിരിക്കുകയാണ്. കേരളം പിന്നോട്ടാണെന്ന് സമ്മതിക്കട്ടെ, എന്നിട്ട് കേന്ദ്രം തരുമെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കുക. കേരളം പിച്ചതണ്ടികളുടെ നാടാണ്, പിന്നോക്കാവസ്ഥയിലാണെന്ന് നമ്മൾ വിളിച്ചു പറയുന്ന അവസ്ഥയിലേക്ക്, നമ്മൾ ദുരിതത്തിലേക്ക് പോകണമെന്നൊരു കേന്ദ്രമന്ത്രി പറയാണ്. അപ്പോൾ ഈ ചോദ്യങ്ങൾ ചോദിക്കേണ്ട എന്നാണോ ഈ ഷാജൻ സ്കറിയയും മറുനാടനും പറയുന്നത് എന്നാണ് എൻ്റെ ഒരു ചോദ്യം. ഞാനത് വളരെ ബഹുമാനത്തോടു കൂടി ചോദിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തെ ക്രൂശിക്കാനോ വിമർശിക്കാനോ ഒന്നും മുതിരുന്നില്ല. ഞാൻ കാര്യം ചോദിക്കുകയാണ്. ഇപ്പോൾ നോക്കുക, ഇപ്പോൾ സുരേഷ് ഗോപിയോട് എന്തിനു ഈ പക, ആദിവാസികളെ നിങ്ങൾക്കൊക്കെ പേടിയാണോ എന്നാണ് ചോദിക്കുന്നത്. ഇപ്പം ഈ വിഷയം
അതായത് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി പോയിട്ട് കേരളത്തിലൊന്നും കിട്ടിയിട്ടില്ല എന്ന വിഷയം കേരളം മുഴുക്ക ചർച്ച ചെയ്യാൻ തുടങ്ങിയപ്പോൾ, തൃശ്ശൂരിലെ വോട്ടർമാർ ചർച്ച ചെയ്യാൻ തുടങ്ങിയപ്പോൾ, അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആദ്യം ഒരു വീഡിയോ ചെയ്തത് ഞാനാണ്. ദ ജേർണലിസ്റ്റിലാണ് ആ വീഡിയോ വന്നത്. സുരേഷ് ഗോപി എന്താണ് കേരളത്തിന് കൊടുത്തതെന്ന് ചോദിച്ചിട്ടായിരുന്നു വീഡിയോ. അത് വലിയ റീച്ചായി, വലിയ തോതിൽ തൃശ്ശൂരിലെ ഗ്രൂപ്പുകളിലൊക്കെ ഓടുന്നുണ്ട്. എൻ്റെ നാട്ടിലെ പല ഗ്രൂപ്പുകളിലും ഞാനത് കണ്ടു. അപ്പം അങ്ങനെ ഒരു ചോദ്യം പൊതുസമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ജേർണലിസ്റ്റിൽ വീഡിയോ വന്നതിന് ശേഷം ജനങ്ങളത് ഏറ്റെടുത്ത് എല്ലാവരും ചോദിക്കാൻ തുടങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ടും സുരേഷ് ഗോപിക്കും അവരുടെ PR സംഘത്തിനും ഈ പറയുന്ന പല ചാനലുകാർക്കുമൊക്കെ വിറയ്ക്കാൻ തുടങ്ങി. അപ്പോൾ അവരെന്ത് ചെയ്തു? അവർ പെട്ടെന്ന് അജണ്ട മാറ്റി സെറ്റ് ചെയ്തു. സുരേഷ് ഗോപി കേരളത്തിന് വികസനം കൊണ്ടുവന്നോ ഇല്ലയോ എന്ന ചർച്ച നടക്കേണ്ട സമയത്ത് സുരേഷ് ഗോപി തന്നെ നേരെ പോയിട്ട് ഒരു ജാതി വിഷയം അങ്ങെടുത്തു. സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ഉന്നത കുലജാതവും ഈ നമ്പൂരിയുടെ പൂണൂലും ഒക്കെ പുള്ളി സ്ഥിരമായി പറയുന്ന കാര്യമാണ്. അതിനി ഒന്നുകൂടി പറഞ്ഞു എന്ന് വെച്ചിട്ട് സുരേഷ് ഗോപിക്ക് പ്രത്യേകിച്ചൊന്നും നഷ്ടപ്പെടാനൊന്നുമില്ല. അത് കഴിഞ്ഞപ്പോൾ തന്നെ ആൾ വന്ന് മാപ്പ് പറയുകയും ചെയ്തു. പക്ഷെ ചർച്ചകൾ മുഴുവൻ പോയത് അങ്ങോട്ടാണ്. എങ്ങോട്ട്? സുരേഷ് ഗോപിയുടെ ജാതി വെറി. അത് പുള്ളിക്ക് നേരത്തെ ഉള്ളതാണെന്ന് നമുക്കൊക്കെ അറിയാം. അതൊന്നുകൂടി പറയുന്നതുകൊണ്ട് സുരേഷ് ഗോപിക്ക് ചിലപ്പോൾ ഒന്നുകൂടി സന്തോഷം ഉണ്ടാവും. അല്ലാതെ മറ്റൊന്നും അവിടെ നഷ്ടപ്പെടാനില്ല ആൾക്ക്. പക്ഷെ ആൾക്ക് കിട്ടിയത് എന്താണ്? ഈ ബജറ്റിൽ കേരളത്തിന് വേണ്ടി ഒന്നും നൽകാത്ത കഴിവുകെട്ട കേന്ദ്രമന്ത്രി എന്ന ജനങ്ങളുടെ പറച്ചിൽ നേരെ തിരിഞ്ഞ് ഈ ജാതി വിഷയത്തിലേക്ക് മാറി. ഇന്നലെ റിപ്പോർട്ടർ TV അടക്കം പ്രധാനപ്പെട്ട എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്തെന്താ? സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായിട്ട് കേരളത്തിന് എന്ത് കിട്ടിയെന്നല്ല, മറിച്ച് സുരേഷ് ഗോപി ജാതി വെറിയനാണോ അല്ലയോ എന്നാണ്. ആ വിഷയത്തിന്മേലാണ് ചർച്ചകൾ മുഴുവൻ പ്രൈം ടൈമിൽ പോയത്. അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? അജണ്ട ഒറ്റയടിക്ക് മാറി. സുരേഷ് ഗോപി കേരളത്തിന് എന്ത് വികസനം കൊണ്ടുവന്നു എന്ന് ചോദിച്ചുകൊണ്ടിരുന്ന ജനങ്ങൾക്കിടയിലേക്ക് ജാതി വെറി, സുരേഷ് ഗോപി ജാതി വെറിയനാണെന്ന മട്ടിൽ, സവർണപ്രേമിയാണെന്ന മട്ടിൽ ഒരു ചർച്ച കൊണ്ടുവന്നിട്ടു. അതാണെന്ന് എല്ലാവർക്കും അറിയാം. പുള്ളി ഇതിനു മുമ്പ് അങ്ങനെയൊക്കെ തന്നെയാണ് പറഞ്ഞത്. ഒരു ബ്രാഹ്മണനാകാതെ ജനിക്കാതെ പോയതിൽ എൻ്റെ മനസ്സ് വിങ്ങുന്നു എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞിട്ടുള്ള ആളാണ്. അപ്പോൾ ആളുടെ ആ ജാതിയുമായി ബന്ധപ്പെട്ട ചിന്തയൊക്കെ നമുക്കറിയാം. അപ്പോൾ അത് വീണ്ടും ആവർത്തിക്കുകൊണ്ട് ആൾക്കൊരു കുഴപ്പവുമില്ല. ഇപ്പോൾ മറുനാടനൊക്കെ നോക്കുക. ശരിക്കും പറഞ്ഞാൽ മറുനാടൻ മലയാളി സാജൻ ഷ്കറിയ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കേരളത്തോട് സ്നേഹമുള്ള യൂട്യൂബർ ആണെങ്കിൽ ചെയ്യേണ്ടത് എന്താണ്? സുരേഷ് ഗോപി കേരളത്തിന് എന്ത് കൊണ്ടുവന്നു എന്ന ചോദ്യം ഉന്നയിക്കലാണ്. അല്ലെങ്കിൽ സുരേഷ് ഗോപിയിലൂടെ കേരളത്തിന് എന്താണ് കിട്ടിയത്, അത് വേണമെന്ന് സുരേഷ് ഗോപിക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുകയാണ് ഇത്രയും വ്യൂവർഷിപ്പുള്ള ഒരു യൂട്യൂബറും യൂട്യൂബ് ചാനലും ചെയ്യേണ്ടത്. പക്ഷെ അവർ ഈ വിഷയം മാറ്റൽ അജണ്ടയിൽ സുരേഷ് ഗോപിക്കൊപ്പം നിന്നിട്ട് സുരേഷ് ഗോപിയെ ജാതി പറഞ്ഞ് വേട്ടയാടുന്നു, അല്ലെങ്കിൽ ആദിവാസി വിഷയമാണ് സുരേഷ് ഗോപിക്ക് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഈ വിഷയം റീറൂട്ട് ചെയ്യുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു വിഷയം നടക്കും. ഇപ്പോൾ നമ്മുടെ സർക്കാരുകളൊക്കെ പലപ്പോഴും ചെയ്യാറുണ്ട്. സർക്കാർ പ്രതിരോധത്തിലാകുന്ന നിമിഷത്തിൽ പെട്ടെന്ന് എവിടെയെങ്കിലും എന്തെങ്കിലും കലാപമോ സംഘർഷമോ പ്രശ്നങ്ങളോ ഉണ്ടാവും. അപ്പോൾ പിന്നെ ചർച്ചകൾ മുഴുവൻ ആ വഴിക്ക് പോകും. ഈ പറയുന്ന സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന വിഷയത്തിൽ നിന്ന് സർക്കാർ രക്ഷപ്പെടുകയും ചെയ്യും. ഇത് പല വിഷയങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. സുരേഷ് ഗോപിക്ക് വേണ്ടി PR ചെയ്യുന്നവർ, അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി പൈസ മേടിച്ചിട്ട് പണിയെടുക്കുന്നവർ, എല്ലാവരും നല്ല പലരും, അപ്പോൾ അവരൊക്കെ ഈ വിധത്തിൽ അജണ്ട മാറ്റിയിട്ട് സുരേഷ് ഗോപി പറഞ്ഞ വാക്ക്, ആ വാക്കിൽ പിടിച്ച് കയറുകയാണ്. ശരിക്കും പറഞ്ഞാൽ കേരളത്തിനൊരു കേന്ദ്രമന്ത്രി എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പിനെ നേരിട്ട, ഞാൻ ജയിച്ചാൽ കേരളത്തെ സ്വർഗ്ഗഭൂമിയാക്കുമെന്ന് ആയിരക്കണക്കിന് വട്ടം ജനങ്ങളോട് പ്രതിജ്ഞ ചെയ്ത ഒരു സുരേഷ് ഗോപി എന്ന ജനപ്രതിനിധി MP, അദ്ദേഹം കേന്ദ്രമന്ത്രിയായതിനു ശേഷം വന്ന ആദ്യ സമ്പൂർണ്ണ ബജറ്റിൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലത്തിന്, അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന സംസ്ഥാനത്തിന് ഒരു പുല്ലും കിട്ടിയില്ല. വട്ടപൂജ്യമാണ് കൊട്ടക്കണക്കിന് കൊടുത്തു വിട്ടത്. അപ്പോൾ അതേക്കുറിച്ച് ചോദ്യം ഉയരുമ്പോൾ ഇവർ വിറയ്ക്കും, BJP വിറയ്ക്കും. കാരണം ഇനി തെരഞ്ഞെടുപ്പിനെ അടുത്ത തവണ സമീപിക്കാനുള്ളതാണ്. ഇയാൾ വന്നിട്ട് വല്ലതും കിട്ടിയിട്ട് വേണം ഇടതും വലതും മുടിച്ച കേരളത്തിന് BJP കൊടുത്തു എന്ന് പറയാൻ. അപ്പോൾ അത് നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ അത് സുരേഷ് ഗോപിക്കെതിരെ അമ്പായി മാറും, അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് നേരെ വലിയൊരു അറ്റാക്ക് വരുന്നു, അതായത് ജനങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ സുരേഷ് ഗോപിയുടെ ക്രെഡിബിലിറ്റി പോകും. അദ്ദേഹം പറഞ്ഞത് വെറും പൊള്ളയായ വാഗ്ദാനങ്ങളായിരുന്നു എന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ പെട്ടെന്ന് അജണ്ട മാറ്റി സെറ്റ് ചെയ്യുകയാണ്. അതാണ് ഇവിടെ സംഭവിച്ചത്. അങ്ങനെ വിഡ്ഢികളാക്കാൻ കഴിയില്ല കേരളത്തിലെ ജനങ്ങളെ എന്ന് സുരേഷ് ഗോപിയും അദ്ദേഹത്തിന് വേണ്ടി PR ചെയ്യുന്നവരും മനസ്സിലാക്കുക. സുരേഷ് ഗോപി കേരളത്തിന്, തൃശ്ശൂരിന് വികസനങ്ങൾ കൊണ്ടുവന്നാൽ അദ്ദേഹം വികസന നായകനായി ജനഹൃദയങ്ങളിൽ ഉണ്ടാകും. അല്ലെങ്കിൽ ചവറ്റുകുട്ടയിൽ തന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെ സ്ഥാനം എന്ന് പറയേണ്ടതില്ല. ഇപ്പം തന്നെ തൃശ്ശൂരുകാർ ചോദിച്ചു തുടങ്ങി, സുരേഷ് ഏട്ടാ എന്താണ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്? സുരേഷ് ഗോപിക്ക് പ്രത്യേകിച്ച് മറുപടിയൊന്നുമില്ല. അദ്ദേഹം തൃശ്ശൂരിന് വേണ്ടി, കേരളത്തിന് വേണ്ടി ഒരുപാട് വികസന പദ്ധതികൾ കൊണ്ടുവരട്ടെ എന്നും അദ്ദേഹം ജനഹൃദയങ്ങളിൽ ആ സ്ഥാനത്ത് തന്നെ തുടരട്ടെ എന്നും ആശംസിക്കുകയാണ്. അതിനുവേണ്ടി പണിയെടുത്താൽ സുരേഷ് ഗോപിക്ക് കൊള്ളാം.